നമസ്കാരം. എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ, എൻ്റെ പേര് മുരളീധരൻ, വടകര ആയഞ്ചേരി സ്വദേശിയാണ്. എൻ്റെ ഒരു അനുഭവം, ഞാൻ ഈ അസുഖം വരുന്ന സമയത്ത് ഖത്തറിലായിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ അസുഖം വന്നത്. അതിനുശേഷം അവിടെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ സമയത്ത് പറഞ്ഞ് നാട്ടിൽ പോയിട്ട് ചികിത്സ നടത്തുന്നതാണ് നല്ലത്, അതുകൊണ്ട് നാട്ടിലേക്ക് പോവാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മിമിക്സ് ഹോസ്പിറ്റലിൽ വന്നു. ആ സമയത്ത് അവിടെ വന്ന് ചെക്കപ്പ് നടത്തിയപ്പോൾ 69% ബ്ലഡ് ക്യാൻസർ എന്നാണ് സ്ഥിരീകരിച്ചു. അങ്ങനെ അവിടുന്ന് നേരെ ഡിസ്ചാർജായി നേരെ തിരുവനന്തപുരം RCCയിലേക്ക് മാറി. 5 കീമോതെറാപ്പി എന്ന് പറഞ്ഞത് 4 കീമോതെറാപ്പിയും 5ാമത്തേത് മജ്ജ മാറ്റിയിട്ട് ചികിത്സ നടത്താമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ഒരു കീമോവും. അങ്ങനെ 4 കീമോതെറാപ്പി ചെയ്തിട്ട് നാട്ടിൽ വരുന്ന സമയത്താണ് ഈ അട്ടോളി നാരായണ മാഷെ പറ്റി ഒരാൾ ട്രെയിനിൽ വെച്ചിട്ട് ഒരു ബ്രെയിൻ ട്യൂമർ വന്നൊരു പെണ്ണുങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ്, നീ യൂറിയൻ തെറാപ്പി നടത്തിയിട്ടില്ലെങ്കിലും നാട്ടിൽ പോയ സമയത്ത് ഈ നാരായണ മാഷെ പോയി കാണണം എന്ന് പറഞ്ഞു. പിറ്റേന്ന് കാലത്ത് തന്നെ നാരായണ മാഷെ വീട്ടിൽ പോയി നാരായണ മാഷെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ ചെക്കപ്പ് നടത്തിയ എല്ലാ പേപ്പറും നാരായണ മാഷ് കാണിച്ചു. അതിനുശേഷം ഈ നാരായണ മാഷ് നമ്മളോട് പറഞ്ഞ്, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, ഒരുപാട് അസുഖങ്ങൾ മാറിയ ആൾക്കാരുണ്ട്. അന്ന് തന്നെ ഞാൻ രാത്രി വീട്ടിലെത്തിയ സമയത്ത് യൂറിയൻ തെറാപ്പി ചെറിയൊരു രീതിയിൽ ടെസ്റ്റ് ചെയ്തു, പിറ്റേന്ന് കാലത്തും ചെയ്തു. അങ്ങനെ തുടർന്ന് ഞാൻ ഒരു ദിവസം ഒരു 2-3 പ്രാവശ്യം ചെയ്ത്, അങ്ങനെ ഒരു 3-4 ദിവസം 5 ദിവസം ചെയ്തപ്പോഴേക്കന്നെ നമ്മളെ ക്ഷീണമായ ശരീരങ്ങളും മൊത്തത്തിലൊരു മാനസികമായി ശാരീരികമായിട്ടും നല്ലൊരു എനർജി നമുക്ക് കിട്ടി. അതിനുശേഷം ഒരു തുടർച്ചയായി തന്നെ ചെയ്തു. അപ്പോഴത്തേക്കും മജ്ജ മാറ്റാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു 4-5 ദിവസത്തേക്ക് നാട്ടിൽ വന്നിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് തന്നെ പോയിട്ട് ചെക്കപ്പ് നടത്താൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ ഒരു 4-5 ദിവസം ചെയ്തപ്പോഴേക്ക് തന്നെ നമുക്ക് നല്ലൊരു മാറ്റങ്ങൾ വന്ന് RCC പോയി ചെക്കപ്പ് നടത്തി. കൗണ്ടും പ്ലേറ്റ്ലൈറ്റും ബ്ലഡും കുറച്ച് നോർമലായി. ചെക്കപ്പ് നടത്തിയപ്പോൾ അവിടുത്തെ ഗീതാ മേഡം പറഞ്ഞ്, ഒരു നോർമൽ കണ്ടീഷനാണ്, നമുക്ക് അടുത്ത മാസം ചെക്കപ്പോടുകൂടി മജ്ജ മാറ്റണം എന്ന് പറഞ്ഞു. 14 ലക്ഷം രൂപയാണ് ഈ മജ്ജ മാറ്റാൻ വേണ്ടി പറഞ്ഞത്. 14 ലക്ഷം രൂപ അവിടെ നമ്മൾ അടക്കണം, അല്ലാതെ നമുക്ക് പുറത്തുള്ള റൂം, ബാക്കിയുള്ള ആൾക്കാരുടെ ചിലവ് കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ചിലവ് വരും. പക്ഷേ 14 ലക്ഷം രൂപ അവിടെ അടക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിൽ വന്ന് വീണ്ടും എന്ത് ചെയ്യും, ട്രെയിനിൽ വെച്ചിട്ടും ഞാൻ യൂറിൻ തെറാപ്പി നടത്തി നിർത്താതെ വീണ്ടും വീട്ടിലേക്ക് വന്ന് കൃത്യമായി ചെയ്ത്. അടുത്ത മാസം പോയി ചെക്കപ്പ് നടത്തിയപ്പം പറഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇപ്പം നോർമലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 മാസം, അടുത്ത പിന്നെ അത് 6 മാസമാക്കി, 6 മാസം ഒരു വർഷത്തേക്കാക്കി. അപ്പം മൂപ്പര് പറഞ്ഞ്, ഇപ്പോൾ നോർമൽ കണ്ടീഷനാണ്, ഇപ്പോൾ ചെയ്യണ്ട, തൽക്കാലം ഇങ്ങനെ പോട്ടെ, നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അർജൻറ്റ് പറഞ്ഞ കാര്യമാണ് മജ്ജ മാറ്റി വെക്കൽ. എൻ്റെ പെങ്ങളതും കൂടി ചെക്കപ്പ് ചെയ്തപ്പോൾ റെഡിയാണ്, HLMH ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെതും റെഡിയാണ്, ചെയ്യുക എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിനു വേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടന്ന സമയത്താണ് ഈ യൂറിൻ തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കൃത്യമായി നമ്മൾ യൂറിൻ തെറാപ്പിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയി. അതിന് നല്ലൊരു മറുപടി റിസൾട്ട് കിട്ടി. പിന്നെ അത് 1 വർഷത്തേക്കാക്കി ചെക്കപ്പ്, പിന്നെ 2 വർഷത്തേക്കാക്കി. ഇപ്പോൾ ഒരു 3 വർഷമായി ചെക്കപ്പ് ഒരു സംഗതി ചെയ്യാത്തത്. 4-4.5 വർഷമായി ചെക്കപ്പ് ഒരു കാര്യവും ചെയ്യാത്തത്. അറ്റ്ലീസ്റ്റ് നാട്ടിൽ നിന്ന് പോലും ചെക്കപ്പ് ചെയ്യാറില്ല. ഇപ്പം അത്യാവശ്യം ജോലി ചെയ്യുന്നുണ്ട്. ഞാനൊരു ടൂറിസ്റ്റ് ബസ്സിലെ ഡ്രൈവറാണ്. പിന്നെ നാട്ടിൽ അതിന് ശേഷം എനിക്കൊരു മോനും ജന്മം കിട്ടി, ദൈവാധീനം കൊണ്ട്. 6 വയസ്സാണ് മോന്. അങ്ങനെ ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ പോകുന്നു. അതിന് ദൈവത്തോടും നാരായണ മാഷോടും ഇത് പറഞ്ഞു തന്ന ആൾക്കാരോടും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. മുമ്പത്തെ കാലത്തൊക്കെ ഞാൻ ചെറിയൊരു ഗ്ലാസ്സിലാണ്, നമ്മൾ ചായ കുടിക്കുന്ന 200 മില്ലിൻ്റെ ഗ്ലാസ്സിലാണ് കഴിച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഒരു ജ്യൂസ് ഗ്ലാസ്സിൽ, വലിയ ഗ്ലാസ്സിലേക്കാക്കി മാറ്റിയിട്ട് ഡെയിലി ഒരു ദിവസം ഒഴിയാതെ, എത്ര തിരക്കിനിടയിലായാലും, എവിടെ പോകുന്നതായാലും, ട്രെയിനിലായാലും എവിടെ പോകുന്നതായാലും ഞാനിത് ചെയ്തിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു സംഗതി ചെയ്താൽ ഒരസുഖവും നമുക്കതിന് ശേഷം കൊറോണ വന്ന സമയത്ത് ഷുഗർ കൂടി, ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ച സമയത്ത് 540 ഷുഗർ ഉണ്ടായിരുന്നു.
അതിനുശേഷവും ഞാനൊരു ഡോക്ടർക്കും കാണിച്ചിട്ടില്ല. ഈ യൂറിൻ തെറാപ്പി മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇപ്പം നോർമലാണ്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും. നല്ല എല്ലാ ഹാർഡ് വർക്കായിട്ട് ഇപ്പം എല്ലാ സംഗതികളും ഇപ്പം ഭക്ഷണം വെക്കുന്ന ആൾക്കാരുടെ കൂടെ ഡ്രൈവറായിട്ടും ജോലി ചെയ്യുന്നുണ്ട്, ഉറക്കൊഴിയാറുണ്ട്, എല്ലാം ചെയ്യുന്നതാണെങ്കിലും യൂറിൻ തെറാപ്പി നമ്മളൊരു നിത്യം ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. അതുകൊണ്ട് എല്ലാവരും ഈ യൂറിൻ തെറാപ്പി കൃത്യമായി ചെയ്യണം. ഒരസുഖവും ആർക്കും ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. നമ്മളൊക്കെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ യൂറിൻ തെറാപ്പി നടത്തിയ വകയിൽ ഉണ്ടാകുന്നതാണെങ്കിൽ ഈ ഒരു 10-12 വർഷത്തിനിടയ്ക്ക് എനിക്ക് വരേണ്ടതാണ്. 10-12 വർഷമായി ഞാൻ ചെയ്യുന്നത്. ഒരസുഖവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. വീട്ടിലിപ്പോൾ കഴിഞ്ഞ മാസം എൻ്റെ വൈഫിന് നല്ല ചുമയും പനിയും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മക്ക് ഈ സംഭവം എല്ലാ ജലദോഷവും പനിയും ചുമയും ഒക്കെ ഉണ്ടായി. രണ്ടാളെയും ഡോക്ടറെ കൊണ്ട് കാണിച്ചു. പക്ഷേ ഞാൻ ആ കൊണ്ട് കാണിക്കുകയും ചെയ്തു. പക്ഷേ എനിക്കിത് വന്നിട്ടില്ല. ഞാൻ ഡെയിലി ഇത് യൂറിൻ തെറാപ്പി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരിപ്പം ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അവർക്കൊക്കെ ഇപ്പം ബോധ്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരോടും യൂറിൻ തെറാപ്പി ചെയ്യുന്നതും അല്ലാത്ത ഈ എല്ലാവരെയും കുടുംബത്തിനോട് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു.